നമസ്കാരം. താരസംഘടന അമ്മയുടെ പ്രസിഡന്റായിരുന്ന ശ്വേതാ മേനോൻ തൻ്റെ രാജി അവിടെ എഴുതി കൊടുത്തിട്ട് ഇറങ്ങി വരികയാണ്. വെറും രാജിയല്ല, മൂപ്പര് അമ്മയിൽ നിന്നേ രാജിവെച്ച് കളഞ്ഞു. പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം. ഒടുവിൽ പ്രസിഡന്റായി അധികകാലം കഴിയുന്നതിന് മുന്നേ തന്നെ മൂപ്പർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ശ്വേതാ മേനോൻ അവിടെ നിന്ന് അമ്മ എന്ന സംഘടനയിൽ തന്നെ രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എന്താണ് താരസംഘടന എന്ന് നമുക്കറിയാം. ഏറ്റവും അവസാന കാലത്ത് പീഡകർക്കൊപ്പം നിൽക്കുന്ന സംഘടന എന്ന് വരെ പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നു, പല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. നേതൃത്വത്തിലിരുന്ന മോഹൻലാലിനെ പോലുള്ള ആളുകൾ തന്നെ തിരുത്തി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഒരു വനിതാ നേതൃത്വം വരുന്നു, അമ്മ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തന്നെ വരുന്നു എന്നുള്ള കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ അന്ന് മുതൽ പ്രത്യേകിച്ചും വനിതാ നേതൃത്വം തന്നെ വന്ന ഘട്ടത്തിൽ പിന്നെ അടങ്ങിയിരിക്കാൻ ആളുകൾ തയ്യാറാവില്ലോ. അവർക്കെതിരെ കോടതിയിൽ മത്സര സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കോടതിയിൽ അവർ മോശം രംഗങ്ങളിൽ അഭിനയിച്ച സ്ത്രീയാണ് എന്നൊരു FIR ഇടിക്കാൻ വേണ്ടിയിട്ട് കോടതി വരെ, പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വരെ പോയ ആളുകൾ കാണാം. കാരണം FIR ഇട്ടാൽ ഭാരവാഹിത്വത്തിൽ പറ്റില്ല എന്നാണല്ലോ ദിലീപിൻ്റെ കാര്യത്തിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഒരു കേസിൽപ്പെട്ടതാണല്ലോ, അമ്മാതിരി കേസ് ഉണ്ടാക്കാനുള്ള ബുദ്ധി വരെ കാണിച്ച ആളുകളാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന ആൾ ഈ മാസങ്ങളിലെ പ്രതികരണങ്ങൾക്ക് ശേഷം ഒടുവിൽ രാജിവെച്ച് ഇറങ്ങിപ്പോയി. ഈ സാഹചര്യം പ്രധാനപ്പെട്ട ചില ചിന്തകൾ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തേത് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇനി ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിന് ശേഷം നടന്ന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പൃഥ്വിരാജും മമ്മൂട്ടിയും ഒഴികെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മോഹൻലാൽ പ്രത്യേകമായി പങ്കെടുത്തിട്ടുണ്ട്. മുൻനിരയിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ഇല്ലാത്ത ഒരു നേതൃത്വം ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുഴപ്പത്തിലാകും, പറ്റില്ല എന്നുള്ള പല വിധ രീതിയിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവർ മാറി നിന്നതോടുകൂടി ഒരു ഭാഗത്ത് തൊരപ്പന്മാർ പണിയെടുത്ത് തുടങ്ങി, മറുഭാഗത്ത് നിസ്സഹായരായി നിന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിൽ അടിച്ച് പിരിഞ്ഞ് മുന്നോട്ട് പോകുന്ന കാഴ്ച കണ്ടു. സാധാരണ നമ്മൾ സംഘടനയിലൊന്നും കാണുന്ന കാഴ്ചയല്ല കണ്ടുകൊണ്ടിരുന്നു. ഒരു ഭാഗത്ത് ലക്ഷ്മിപ്രിയ വരുന്നു, അൻസിബ ചില കാര്യങ്ങൾ പറയുന്നു. ലക്ഷ്മിപ്രിയൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് തലയിൽ കൈവച്ചു. അമ്മാതിരി പരിപാടികളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് നേരായ രീതിയിൽ സ്വീകരിക്കപ്പെടില്ല, ആളുകൾ വിശ്വസിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടങ്ങ് അടിച്ചു വിടുകയാണ്. വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ വന്നിട്ട് അടിച്ചു വിടുകയാണ്. നമ്മൾ അഭിനേതാക്കൾക്ക് കൊടുത്തിരുന്ന ബഹുമാനം ഈ സംഘടനയിൽ ഈ കാലത്ത് എല്ലാവരും കൂടി കളഞ്ഞു കുളിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. ഇന്ന് യോഗത്തിൽ ചിലർ സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തു വരുന്നുണ്ട്. മാർക്കറ്റിൽ പോയപ്പോൾ ആളുകൾ ചീത്ത വിളിക്കുന്ന തരത്തിലേക്ക് സംഘടനയെ മാറ്റി എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ രാജി ഉണ്ടായി. ആദ്യം യോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ യോഗത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പുറത്താക്കാൻ, ശ്വേതാ മേനോൻ സംഘത്തെയും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായി. ബാബുരാജും കൂട്ടരുമൊക്കെയാണ് ഒരു ഭാഗത്തെന്ന് പറയുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ രാജിവെച്ച് പോകുന്ന സാഹചര്യമാണ്. കണക്ക് അവതരിപ്പിക്കുന്നതും അതിൻ്റെ മറ്റ് കാര്യങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ഓഫീസ് ജീവനക്കാരിയെ പിരിച്ചുവിട്ട ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഇപ്പോഴത്തെ അധ്യായം. അതിനുശേഷം പല രീതിയിൽ അവരുന്നയിച്ച കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റാത്തതാണ്. ഭാരവാഹികളാണെന്ന് പറഞ്ഞ് അവിടെ കൂടിയിരിക്കുന്ന ചില താരങ്ങൾക്കും ഒക്കെ എതിരെ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലുള്ളതാണ്. എന്തായാലും ക്രൈം തന്നെ നടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി, സംഘടന ഉപയോഗിച്ചുകൊണ്ട് ക്രൈം നടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഇന്നത്തെ സംഭവങ്ങളെ. അതുപോലെ നമുക്ക് എന്താണെന്ന് നോക്കാം. മനോരമയിൽ പ്രസിദ്ധീകരിച്ച വാർത്ത ഞാൻ അതുപോലെ തന്നെ വായിക്കാം, അത് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടല്ലോ. താരസംഘടന അമ്മയുടെ ഭരണസമിതി രാജിവെച്ചു. സംഘടനയിലെ തർക്കങ്ങൾക്കും പിന്നാലെയാണ് സംഘടനാ പ്രസിഡന്റായ ശ്വേതാ മേനോൻ ഉൾപ്പെടെ 17 അംഗ ഭരണസമിതി രാജിവെച്ചത്. ഭരണപരമായ തർക്കങ്ങളുടെയും വരവ് ചെലവ് കണക്കുകളിലെ പിഴവുകളുടെയും സംഘടനയിലുണ്ടായ തർക്കങ്ങളുടെയും പിന്നാലെയാണ് രാജി. ഞായറാഴ്ച ചേർന്ന ജനറൽ ബോഡി യോഗത്തിന് ശേഷം രാജി പ്രഖ്യാപിച്ചു. 17 അംഗങ്ങളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ സംഘടനയുടെ ഭരണം ഒരു താൽക്കാലിക സമിതിക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേതൃത്വത്തിനകത്തുണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഭരണസമിതിയുടെ കൂട്ടരാജിയിലേക്ക് നയിച്ചത്. അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വൻ പൊട്ടിത്തെറിയും നാടകങ്ങളുമാണ് അരങ്ങേറിയത് രാവിലെ മുതലേ. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകളെ ചൊല്ലി പ്രമുഖ താരങ്ങൾ തമ്മിൽ നേർക്കുനേർ തർക്കിച്ചു. കണക്കുകളിൽ വ്യക്തതയില്ലെന്ന് ആരോപിച്ച് സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവരടങ്ങുന്ന മുതിർന്ന ഭാരവാഹികളുടെ പാനൽ റിപ്പോർട്ട് പാസാക്കുന്നതിനെ ശക്തമായി എതിർത്തു. യോഗം കലുഷിതമായി. കണക്കുകളിലെ ഗുരുതരമായ പിഴവുകളുള്ള റിപ്പോർട്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രമുഖ നടനും സംവിധായകനുമായ രഞ്ജി പണിക്കരും നിലപാടെടുത്തു. ഇതോടെ വാർഷിക റിപ്പോർട്ട് പാസ്സാക്കാനാകാതെ ഭരണസമിതി പ്രതിസന്ധിയിലായി. തർക്കം മുറുകിയതോടെ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ 45 ദിവസത്തെ സമയം വേണമെന്ന് ശ്വേതാ മേനോൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ റിപ്പോർട്ട് പാസ്സാക്കാതെ എങ്ങനെയാണ് നിലവിലെ ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന ചോദ്യവുമായി ഒരു വിഭാഗം അംഗങ്ങൾ ഉറച്ചു നിന്നതോടെ ഭരണസമിതി രാജിയിലേക്ക് നീങ്ങി. ഭരണസമിതിയും അംഗങ്ങളും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ അതിരുകടന്നു. യോഗത്തിൽ
നാടകീയമായ മറ്റൊരു രംഗത്തിന് കൂടി കൊച്ചി വേദിയായി. മുൻ പ്രസിഡന്റായ മോഹൻലാൽ നിലപാട് വ്യക്തമാക്കണമെന്നും വിഷയത്തിൽ ഇടപെടണമെന്നും KB ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. ഗണേഷ് കുമാറിന്റെ ആവശ്യപ്രകാരം മോഹൻലാൽ മൈക്കിന് മുമ്പിലെത്തി അതീവ വൈകാരികമായി സംസാരിച്ചു. അംഗങ്ങൾക്കിടയിൽ വ്യക്തിപരമായ ഭിന്നതകൾ എന്തുതന്നെ ഉണ്ടായാലും ഈ സംഘടനയെ ഒരു തരത്തിലും തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു. സംഘടനയുടെ ഐക്യം തകർക്കരുത് എന്ന് അദ്ദേഹം ഓർപ്പിച്ചു. കണക്കുകളിൽ സുതാര്യത ചോദ്യം ചെയ്ത ഒരു വിഭാഗം താരങ്ങൾ രംഗത്ത് വന്നത് ഭിന്നത പൂർണ്ണമായും മറനീക്കി പുറത്തു കൊണ്ടുവരികയായിരുന്നു. ഇന്ന് രാവിലെ മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തു. മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം കാര്യത്തിലേക്ക് കടന്നപ്പോഴാണ് ഇതുണ്ടായത്. എന്തായാലും ഇന്ന് രാജിവെച്ചു പുറത്തു വന്നതിന് ശേഷം ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, രാവിലെ ഈ രജിസ്ട്രേഷൻ എടുത്തുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിടിക്കുകയായിരുന്നു മറ്റൊരു വിഭാഗം. അതായത് ബാബുരാജ് സിദ്ദിഖൊക്കെ അടങ്ങിയ വിഭാഗമായിരിക്കാം, അവരാണല്ലോ ഇത് പാസ്സാക്കരുതെന്ന് പറഞ്ഞത്. എന്നിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഒപ്പം മുൻ ഭരണസമിതിയുടെ ഈ ബാബുരാജും ഇവരൊക്കെ അടങ്ങിയ മുൻ ഭരണസമിതിയുടെ കണക്കുകൾ അവ്യക്തമാണ്, അതാണ് നമ്മുടെ കണക്കൊക്കെ ഓക്കെയാണ്, അതാണ് പ്രശ്നമുള്ളത്, ആ കണക്കുകളിലെ പൊരുത്തക്കേടും ഒക്കെയാണ് പ്രശ്നമായിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ ഭരണസമിതിക്കെതിരെ രംഗത്തെത്തി എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നത്. എന്തായാലും നമുക്കിതൊന്നും അറിയില്ല, എന്തൊക്കെയാണ് അകത്ത് നടന്നതെന്നുള്ള ഈ വിവരങ്ങൾക്കപ്പുറത്തൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം ഈ സംഘടന വല്ലാത്ത നിലയിലേക്ക് പതിച്ച് വീണുപോയിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പൊതുവെ നമുക്ക് പുറത്ത് നോക്കുമ്പോൾ മനസ്സിലാവും, എന്താണെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളത് അധികാരമോഹത്തിൻ്റെ, വളരെ 500 ആളൊക്കെ ഉള്ളൂ, ഇത്ര ആളൊക്കെ ഉള്ളൂ എന്നൊക്കെ അവരൊക്കെ പറയുമെങ്കിലും അത്രയൊക്കെ ആളാണെങ്കിലും സമ്പത്തും അധികാരമോഹവും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേവലമായ യുക്തിയും നീതിയും ഒന്നും പ്രവർത്തിക്കാത്തൊരിടമായി അത് മാറി എന്ന് വേണം നമുക്ക് കരുതാൻ. അതിന് അപ്പുറത്തേക്ക് ഈ സംഘടനയെ കൊണ്ടുപോവുക എന്നുള്ളത് അനിവാര്യമായ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട സാമൂഹ്യ നേതൃത്വങ്ങളിൽ തന്നെ ഇടപെടുന്ന വ്യക്തികൾ അതിൻ്റെ മുന്നിലുണ്ട്, സെലിബ്രിറ്റികൾ അതിൻ്റെ മുമ്പിലുണ്ട്. സമൂഹത്തിൽ മോശമായൊരു സന്ദേശം കൊടുക്കുന്ന വിധത്തിലേക്ക് ആ സംഘടനയെ അവർ മാറാൻ പാടില്ല എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമാണ്. ആ തരത്തിലത് മുന്നോട്ട് പോകാനുള്ള നടപടികൾ പ്രധാനപ്പെട്ട ആളുകൾ എടുക്കുമെന്ന് നമുക്ക് സമാധാനിക്കാം. ഈ പൃഥ്വിരാജും മമ്മൂട്ടിയൊക്കെ എന്തുമാത്രം ആശ്വസിച്ചിരിക്കും ഈ യോഗത്തിന് വരാത്തത് കൊണ്ട് എന്ന് മാത്രം അവരുടെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് വിടാം. നന്ദി, നമസ്കാരം.